ഇന്നുണ്ടല്ലോ നമ്മൾ വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാതെ കുറച്ച് അട ഉണ്ടാക്കാൻ പോവാണ്. 4 മണി പലഹാരമൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന അടയാട്ടോ. കുറച്ച് ഗോതമ്പൊടി ആട്ടോ എടുത്ത് വെച്ചേക്കുന്നത്. 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കില്ലേ, അതിനേക്കാളും കുറച്ചും കൂടെ ലൂസായിട്ട് ഈ പാകത്തിനാട്ടോ ഇവിടെ കുഴച്ച് വെച്ചേക്കുന്നത്. നമുക്ക് മാറ്റി വെക്കാട്ടോ. ഇവിടെ തേങ്ങ ചിരണ്ടിയത് ശർക്കര പൊടിച്ചതാണ്. ഉണ്ടയായിട്ടുള്ള ശർക്കര ഞാൻ 1 മിനിറ്റ് മൈക്രോവേവ് വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കത് ഇതുപോലെ പൊടിച്ചെടുക്കാൻ പറ്റുമേ. ശർക്കര ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ജീരകം പൊടിച്ചതാണ്, അതും കൂടെ ഇട്ട് കൊടുക്കുന്നു. നമ്മുടെ കൈ വെച്ചിട്ട് തിരുമ്മി കൊടുക്കുക കേട്ടോ. ശർക്കരയും തേങ്ങയും കൂടെ വിളയിച്ചൊക്കെ എടുക്കുവാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടെ. ഈ പാകത്തിനാക്കി വെച്ചിട്ടുണ്ട്. പുഴുങ്ങി എടുക്കാനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ബേക്കിംഗ് ഷീറ്റ് ഇല്ലേ, ഇതുപോലത്തെ ഷീറ്റ് മേടിക്കാൻ കിട്ടും കേട്ടോ. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം കൂടെ വെച്ചിട്ടുണ്ട്. കൈ ഒന്ന് വെറ്റാക്കി കൊടുക്കുക. നമ്മൾ മാവ് എടുക്കുക, അപ്പൊ കയ്യിലേക്ക് അധികം ഒട്ടിപ്പിടിക്കില്ല. എന്നിട്ട് നേരെ പരത്തി കൊടുക്കുക കേട്ടോ. ഈ പാകത്തിനാണ് ഞാനിവിടെ പരത്തി എടുത്തേക്കുന്നത് കേട്ടോ. തേങ്ങയും കൂടെ വെച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ അടച്ചു കൊടുക്കുക. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പരത്തി എടുക്കുന്ന സമയം കൊണ്ട് ഇഡ്ഡലി പാത്രത്തിൽ നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെക്കാം കേട്ടോ. ഇതുപോലെ പരത്തി വെച്ചിട്ടുണ്ട്. ഓരോന്നോരോന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതിവിടെ ഇരുന്ന് ഒരു 10-15 മിനിറ്റ് വേവട്ടെ കേട്ടോ. അട ഇവിടെ റെഡി ആട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്.